ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഒരു പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ന്, ഇപ്പോൾ, ഈ സമയം. ഇതിലപ്പുറം നല്ലൊരു സമയം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് ഈ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചേതോഹരമായ നിമിഷം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും നല്ല സമയം വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക. നാളെ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ചെയ്യില്ല. നാളെ നീളെ. അതുകൊണ്ട് ഏത് കാര്യവും ഉദ്ദേശിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങൾ ആരംഭിക്കുക. സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നായ എമർജൻസി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എമർജൻസി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. മലയാളത്തിൽ നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറയും. എമർജൻസി പ്രൊവിഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. നിരവധി പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഏരിയയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, നമുക്ക് ആദ്യം എമർജൻസി എന്ന് പറയുന്ന ഈ വിഷയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി പ്രൊവിഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 25 parts at present, but originally it was 22 parts. നമ്മൾ പഠിച്ചതാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങൾ, ഇപ്പം 25 ഭാഗങ്ങൾ. അത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ സേലിയൻറ്റ് ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 25 പാർട്സിൽ 18 പാർട്സിലാണ് എന്ന് പറഞ്ഞാൽ 18ാമത്തെ ഭാഗത്താണ് എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർട്ട് 18 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾസോ അനുച്ഛേദങ്ങളോ, ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 352 to 360, 352 മുതൽ 360 വരെയുള്ള ഭാഗങ്ങളിലാണ് എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ലിയറായോ? അപ്പം പാർട്ട് 18 ആർട്ടിക്കിൾസ് 352 to 360. നോക്കൂ, ദീസ് പ്രൊവിഷൻസ് എനേബിൾ സെൻട്രൽ ഗവൺമെൻറ് ടു മീറ്റ് എനി അബ്നോർമൽ സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. ഈ ആർട്ടിക്കിൾസ് എല്ലാം, ഈ പ്രൊവിഷൻസ് എല്ലാം ഗവൺമെൻറ്റിനെ എന്തിനു സഹായിക്കുന്നു? ടു മീറ്റ് എനി അബ്നോർമൽ സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ അതാണ് എമർജൻസി. എമർജൻസി മീൻസ് ദി സ്റ്റെപ്സ് ടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ടു മീറ്റ് any abnormal situation effectively. If any abnormal situation arises in our country, the government takes certain steps to meet this situation effectively. Such steps can be called emergency. ആ എടുക്കുന്ന നടപടിക്രമങ്ങളുടെ പേരാണ് എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ. അതായത് നമ്മുടെ രാഷ്ട്രം ഇങ്ങനെ സ്മൂത്തായിട്ട് തന്നെ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അപ്രതീക്ഷിതമായിട്ടൊരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായെന്ന് വരാം, വൈദേശികാക്രമണം. ഇനി സിവിൽ വാർ ഉണ്ടായെന്ന് വരാം, യുദ്ധമുണ്ടായെന്ന് വരാം. ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരു ആംബിഡ് റെബലിയൻ ഉണ്ടായെന്ന് വരാം, സായുധ കലാപം ഉണ്ടായെന്ന് വരാം. ഇനി നമ്മുടെ രാജ്യം ഗുരുതരമായ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നു എന്ന് വരിക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എന്താണ് പറയുന്നത്, ഫെയില്യൂറായി പോകുന്നു. എന്തിന് ഫെയില്യൂറായി പോകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്? അത് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടു. ഡ്യൂ ടു ദി ഫെയില്യൂർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇതൊക്കെ അബ്നോർമൽ സിറ്റുവേഷൻസ് ആണ്. ഇതിനെയാണ് ഞാൻ നേരത്തെ നമ്മളൊരു വാക്കിൽ പറഞ്ഞത്, അബ്നോർമൽ സിറ്റുവേഷൻ. നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടുണ്ടാകുന്ന അബ്നോർമൽ സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. ഇതൊക്കെ എക്സ്റ്റേണൽ അഗ്രഷൻ ആകാം, സിവിൽ വാർ ആകാം, ആംഡ് റെബലിയൻ ആകാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്
കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് പോകാൻ, ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടു പോകാം. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കാം അബ്നോർമൽ സിറ്റുവേഷൻസ് എന്ന് പറയാം. ഇതിനെയൊക്കെ എഫക്റ്റീവായി നേരിടണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ പേരാണ് എമർജൻസി. അപ്പം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 18 ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 352 to 360. നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ അവസാനം ഈ എല്ലാ ആർട്ടിക്കിളുകളും നമുക്കൊന്നുകൂടി ഒന്ന് വ്യക്തമായി പഠിച്ചു പോകാം. ഇപ്പം ഞാൻ പറഞ്ഞു പോകാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആർട്ടിക്കിൾ മാത്രമായിട്ട്, അതായത് 352 to 360 മൊത്തം നമുക്കൊന്ന് ഒരു ലിസ്റ്റായിട്ട് നമുക്ക് പറയാം ഇതിനകത്ത്. കാരണം അതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ആർട്ടിക്കിളെങ്കിലും ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കി പോകണം. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു എമർജൻസിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് ഭരണഘടനാ ഭാഗം, ഏത് ആർട്ടിക്കിൾ, എന്താണ് എമർജൻസിയുടെ സിറ്റുവേഷൻ എന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കൂ, ഡ്യൂറിങ് എമർജൻസി ദി സെൻട്രൽ ഗവൺമെൻറ് ബിക്കംസ് ഓൾ പവർഫുൾ ആൻഡ് സ്റ്റേറ്റ്സ് ഗോ ഇൻ ടു ദി ടോട്ടൽ കൺട്രോൾ ഓഫ് സെൻറ്റർ. അതായത് നമുക്കറിയാം, നമ്മൾ മുമ്പ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അതുപോലെ തന്നെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു. യൂണിറ്ററി മീൻസ് ഓൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ. എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് യൂണിറ്ററി എന്ന് നമ്മൾ പഠിച്ചത്. ഫെഡറൽ എന്ന് പറഞ്ഞതോ, അതായത് there are two types of government, central government and state government. Both the government have autonomic power. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫെഡറൽ സിസ്റ്റം. അപ്പം നമ്മുടെ രാജ്യം ഏത് രീതിയിൽ മുന്നോട്ട് പോവുകയാണ്? ഫെഡറൽ സിസ്റ്റമാണ്. കാരണം യൂണിയൻ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് അറ്റോണമിക് പവറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും അറ്റോണമിക് പവറുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ കാര്യവും കൂടി നമ്മൾ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇന്ത്യയുടെ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കോസി ഫെഡറൽ സംവിധാനമാണ് നമുക്കുള്ളത്. അതായത് ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഏകാത്മക സ്വഭാവം ഉള്ള ഒരു ഫെഡറൽ സംവിധാനമാണ്. സ്റ്റേറ്റ്സിന് അറ്റോണമിക് പവർ ഉണ്ടെങ്കിലും മോർ പവർ ഈസ് ഗിവൺ ടു സെൻറ്റർ. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, സാധാരണ ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഡ്യൂറിങ് ദി എമർജൻസി പീരീഡ് ദി സെൻട്രൽ ഗവൺമെൻറ് ബിക്കംസ് ഓൾ പവർഫുൾ. സെൻട്രൽ ഗവൺമെൻറ് മൊത്തം ശക്തരായി മാറുന്നു. എന്നിട്ട് ദി സ്റ്റേറ്റ്സ് ഗോ ഇൻ ടു ടോട്ടൽ കൺട്രോൾ ഓഫ് സെൻറ്റർ. ദാറ്റ് മീൻസ് യൂണിറ്ററി സിസ്റ്റം ആയി മാറുന്നു നമ്മുടെ രാജ്യം. ഫെഡറൽ സിസ്റ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ യൂണിറ്ററി സിസ്റ്റം അറ്റ് ദി ടൈം ഓഫ് എമർജൻസി. ദാറ്റ് മീൻസ് states are responsible to obey blindly the orders and instructions given by center during the period of emergency. സ്റ്റേറ്റിന് കൺട്രോൾ ഇല്ലാതെയായി മാറുന്നു. എല്ലാ കൺട്രോളും എന്തായി മാറുന്നു? കേന്ദ്രത്തിലേക്ക് മാറുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് യൂണിറ്ററി സിസ്റ്റം ഉണ്ടാകുന്നു രാജ്യത്ത്. ഫെഡറൽ സംവിധാനം റദ്ദാക്കപ്പെടുന്നു. ഇതാണ് എമർജൻസിയുടെ പ്രത്യേകത. ഡ്യൂറിങ് എമർജൻസി ദി സെൻട്രൽ ഗവൺമെൻറ് ബിക്കംസ് ഓൾ പവർഫുൾ ആൻഡ് ദി സ്റ്റേറ്റ്സ് ഗോ ഇൻ ടു ടോട്ടൽ കൺട്രോൾ ഓഫ് സെൻറ്റർ. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ടു ഒബേ ബ്ലൈൻഡ്ലി ദി ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദി സെൻറ്റർ. അതാണ് നമ്മുടെ യൂണിറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ആ യൂണിറ്ററി സിസ്റ്റമായി മാറുന്നു. എന്താ നോക്കൂ, ഇറ്റ് കൺവേഴ്സ് ദി ഫെഡറൽ സിസ്റ്റം ഇൻ ദി യൂണിറ്ററി വൺ വിതൗട്ട് എ ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സാധാരണ ഏതെങ്കിലും കാര്യത്തിലൊരു മാറ്റം വരുത്തണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കണം. എന്നാൽ എമർജൻസിയുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. പഠിച്ചു വയ്ക്കണം. അതായത് ഡ്യൂറിങ് ദി എമർജൻസി പീരീഡ് ഇറ്റ് കൺവേഴ്സ് ദി ഫെഡറൽ സിസ്റ്റം ഇൻ ദി യൂണിറ്ററി വൺ വിതൗട്ട് എ ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ഭേദഗതി ഒന്നും വേണ്ട. ഇത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് എമർജൻസി എന്ന് പറയുന്നത്. അല്ലാതെ പാർലമെൻറ്റിൽ പ്രത്യേകിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇറ്റ് കൺവേഴ്സ് ദി ഫെഡറൽ സിസ്റ്റം ഇൻ ദി യൂണിറ്ററി വൺ വിതൗട്ട് എ ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാം.
during emergency period it converts the federal system into unitary one with the formal amendment of constitution എന്ന് പറഞ്ഞാൽ തെറ്റ്. വിതൗട്ട് ഫോർമൽ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല. യാതൊരു ഭരണഘടനാ ഭേദഗതിയും ഇല്ലാതെ തന്നെ എമർജൻസി പീരീഡിൽ യൂണിറ്ററി സിസ്റ്റം നിലവിൽ വരികയും ഫെഡറൽ സിസ്റ്റം യൂണിറ്ററിക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എമർജൻസിയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നോക്കാം. ദി ഐഡിയ ഓഫ് എമർജൻസി ബോറോഡ് ഫ്രം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഐഡിയ ബോറോ ചെയ്തത് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്ന ഐഡിയ കടം കൊണ്ടത്. പക്ഷേ വേറൊരു ചോദ്യം വരാം. ഇന്ത്യ ബോറോഡ് എമർജൻസി ഫ്രം വിച്ച് നാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം ജർമ്മനി എന്ന് പറയണം. കാരണം ഐഡിയ ഈസ് ബോറോഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫ്രം എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊരു ഐഡിയ മാത്രം, എമർജൻസി എന്നൊരു ഐഡിയ മാത്രം നമ്മൾ കടം കൊണ്ടു. പക്ഷേ നമ്മുടെ എമർജൻസി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി നമ്മുടെ പ്രത്യേകതയാണ്. നമ്മുടെ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ സസ്പെൻഡഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പൗരൻ്റെ മൗലികാവകാശങ്ങൾ പലതും റദ്ദ് ചെയ്യും. ഇങ്ങനെ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എമർജൻസി നമ്മൾ കടം വാങ്ങിയത് ജർമ്മനിയാണ്. ദി വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന, വെയ്മർ ഭരണഘടന എന്നൊക്കെ വിളിക്കപ്പെടുന്ന ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത് കടം കൊണ്ടത്. എന്ത് എമർജൻസി? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. എമർജൻസിയിൽ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുന്ന രീതി, അങ്ങനെയുള്ളൊരു എമർജൻസി നമ്മൾ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. പക്ഷേ ഐഡിയ ഓഫ് എമർജൻസി, ഇങ്ങനൊരു എമർജൻസിയുടെ ഒരു ആശയം ഉടലെടുത്തത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പം 18ാം ഭാഗത്ത് പാർട്ട് 18 ആർട്ടിക്കിൾ 352 to 360. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ഫെഡറൽ സിസ്റ്റം ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സ്റ്റേറ്റ്സ് ഹാവ് നോ അട്ടോണമിക് പവർ. ആ സമയത്ത് ഈ പ്രത്യേകതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. അടുത്ത് നോക്കുക. ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് 3 types of emergency. There are 3 types of emergencies according to Constitution of India. 3 തരം എമർജൻസിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്നത് 3 തരം എമർജൻസിയാണ്. ഫസ്റ്റ് വൺ, നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352. ഇന്ത്യൻ ഭരണഘടനയിലെ 152ാം വകുപ്പ് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി. രണ്ടാമത്തെ നോക്കൂ, സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസിക്ക് മറ്റ് പേരുകൾ കൂടിയുണ്ട്, അതുകൂടി പഠിച്ചു പോയാൽ നന്നായിരിക്കും. സ്റ്റേറ്റ് എമർജൻസി ഈസ് ആൾസോ നോൺ ആസ് പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം. ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക്, നാഷണൽ എമർജൻസിക്ക് ഒരിക്കലും നമ്മൾ രാഷ്ട്രപതി ഭരണം എന്ന് പറയാറില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കും പറയാറില്ല. പ്രസിഡൻസ് റൂൾ എന്ന് കേൾക്കുമ്പോൾ, രാഷ്ട്രപതി ഭരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതും സ്റ്റേറ്റ് എമർജൻസിയാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് പേരുകളൊന്ന് പഠിക്കുക. കാരണം ക്വസ്റ്റ്യനിൽ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എമർജൻസി എന്ന് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രസിഡൻസ് റൂൾ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ സംശയം വരരുത്. എല്ലാം പ്രസിഡൻ്റാണ് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ സംശയം വരും. പ്രസിഡൻസ് റൂൾ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ എമർജൻസി റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് എന്ന് തന്നെ ഓർക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. അപ്പോൾ 2 തരം എമർജൻസി ആയി. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ 3 types of emergency: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അടുത്ത് നോക്കൂ ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ
352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. ആർട്ടിക്കിളുകൾ നിർബന്ധമായും പഠിക്കണം. 3 തരം എമർജൻസി ആണ് ഭരണഘടന പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് 3 ടൈപ്സ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ 3 ടൈപ്സ് ഓഫ് എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352, 356, 360. മറക്കാതിരിക്കുക, ആർട്ടിക്കിൾസ് തിരിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. ദി പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ, state and financial emergency. That means all types of emergencies are declared by the President of India. എല്ലാ തരം, ഈ 3 തരം അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാനുള്ള അധികാരമാർക്ക് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റാറുണ്ട്. നാഷണൽ എമർജൻസീസ് ഡിക്ലെയർഡ് ബൈ ദി പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് അറിയാതെ നമ്മൾ പറയും സ്റ്റേറ്റ് എമർജൻസീസ് ഡിക്ലെയർഡ് ബൈ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. തെറ്റാണ്, പറയരുത്. സ്റ്റേറ്റിലും എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിയും ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റാണ്. അല്ലാതെ ആർക്കും എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഓൾ ടൈപ്സ് ഓഫ് എമർജൻസീസ് ആർ ഡിക്ലെയർഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ അറിയാതെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു പോകും. കാരണം എന്താ പറയുമോ, നമ്മുടെ ഇന്ത്യയിലെ 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ പീരീഡിലാണ്. അത് നമ്മൾ സാധാരണ പലരും പറയാറുണ്ട്, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പറയുന്നതാണ്. വാസ്തവത്തിൽ അതാണ് സത്യം. പക്ഷേ ടെക്നിക്കലി ഇറ്റ് ഈസ് റോങ്. കാര്യം എന്താണ്, പ്രൈം മിനിസ്റ്ററിന് അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശമില്ല, റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. അതും പ്രൈം മിനിസ്റ്ററിൻ്റെ ഇഷ്ടം പോലെ ഡിക്ലെയർ പ്രപ്പോസ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം. പക്ഷേ ഇന്ദിരാഗാന്ധി അങ്ങനെയൊന്നുമല്ല ചെയ്തത് കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ ഒറ്റ തീരുമാനമാണ് അടിയന്തരാവസ്ഥ വന്നത്. അത് നമുക്ക് പറയാം, അതിലേക്ക് വരികയാണ്. അപ്പോൾ നോക്കൂ, അപ്പം 3 ടൈപ്സ്. അപ്പോൾ നമ്മുടെ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. 18ാം പാർട്ട് 18, ആർട്ടിക്കിൾ 352 to 360 ഇത്രയിൽ ആണല്ലോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദി എയിം ഓഫ് എമർജൻസി? ടു മീറ്റ് അബ്നോർമൽ സിറ്റുവേഷൻ ഇൻ ദി നാഷൻ. നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന അബ്നോർമൽ സിറ്റുവേഷൻ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴെന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം കൺവേർട്സ് ഇൻ ടു യൂണിറ്ററി സിസ്റ്റം. ദി സെൻട്രൽ ഗവൺമെൻറ് becomes more powerful. The states have no autonomic power. ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ പ്രധാന പോയിന്റുകളാണ്. ഇനി നമ്മൾ പറഞ്ഞു ദർ ആർ 3 ടൈപ്സ് ഓഫ് എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356, ദെൻ ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. State emergency is also known as President's rule or constitutional emergency. The President declares all types of emergency. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ എമർജൻസിയെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നാഷണൽ എമർജൻസീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അണ്ടർ ആർട്ടിക്കിൾ 352 പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലൈം നാഷണൽ എമർജൻസി. നോക്കൂ, ആ വാക്ക് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദം ഡിക്ലറേഷൻ എന്നല്ല, പ്രൊക്ലമേഷൻ എന്നാണ്. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി. ഡിക്ലെയർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, പക്ഷേ എങ്കിലും ആ റോയൽറ്റി വരുന്ന വാക്ക് അതാണ് പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ഗ്രൗണ്ട് ഓഫ് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ റീസൺ ഫോർ നാഷണൽ എമർജൻസി. ഏതൊക്കെ സാഹചര്യത്തിലാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്? 3 സാഹചര്യം ഇപ്പം പഠിക്കണം. നാഷണൽ എമർജൻസി ഈസ് ഡിക്ലെയർഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ, വൈദേശിക ആക്രമണം, സിവിൽ വാർ, യുദ്ധ പ്രഖ്യാപനം. അതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒന്നുപോലെ തോന്നും. വൈദേശിക ആക്രമണം, എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യുദ്ധമെന്ന് പറയാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ട് ഒരു വിദേശ രാജ്യം നമ്മളെ ആക്രമിക്കുന്നു.
സിവിൽ വാർ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാർ എന്ന് പറയുമ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? സിവിൽ വാർ എന്ന് പറയുമ്പം നമ്മൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട്, ഒരു രാജ്യവുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നതാണ്. മറ്റത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആക്രമണത്തെയാണ് നമ്മൾ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റീസൺ കൂടെ ഉണ്ട്, ആംഡ് റെബലിയൻ. ആംഡ് റെബലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായുധ കലാപം. സായുധ കലാപം. അപ്പോൾ ഇത് മൂന്നും പഠിച്ചു വയ്ക്കുക. ഗ്രൗണ്ട് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി, എക്സ്റ്റേണൽ അഗ്രഷൻ, സിവിൽ വാർ ആൻഡ് ആംഡ് റെബലിയൻ. ക്ലിയർ ആയോ? ഇനി ഇവിടെ തന്നെ ഈ 3 വേർഡും പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ആദ്യം പറഞ്ഞ 2 ഗ്രൗണ്ടുകളിൽ പ്രഖ്യാപിക്കുന്നത് ആ എമർജൻസിക്ക് ഒരു പേരുണ്ട്, നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി. മൂന്നാമത് പറഞ്ഞ ആംഡ് റെബലിയൻ കാരണം പ്രഖ്യാപിക്കുന്ന എമർജൻസിക്ക് മറ്റൊരു പേരുണ്ട്, നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി. അപ്പോൾ നാഷണൽ എമർജൻസി ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 categories, നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി ആൻഡ് നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി. ദേശീയ ബാഹ്യ അടിയന്തരാവസ്ഥയും ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയും. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 types of national emergencies are external emergency, national external emergency, ദേശീയ ബാഹ്യ അടിയന്തരാവസ്ഥ ആൻഡ് ഇൻറ്റേർണൽ എമർജൻസി, നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി, ദേശീയ എന്താ പറയുന്നത്, ആഭ്യന്തര അടിയന്തരാവസ്ഥ. ദേശീയ ബാഹ്യ അടിയന്തരാവസ്ഥയും ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയും. ഇപ്പം നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക. എന്താണ് നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി? ഞാൻ പറഞ്ഞു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ആദ്യം പറഞ്ഞ 2 കാരണത്താലാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ ആ എമർജൻസിയെ വിളിക്കാം നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി. എന്നാൽ മൂന്നാമത് പറഞ്ഞ ആംഡ് റെബലിയൻ കാരണമാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കാം നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി. നമുക്ക് നോക്കാം. വെൻ നാഷണൽ എമർജൻസി ഈസ് ഡിക്ലെയർഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ. കണ്ട, നമ്മൾ പറഞ്ഞില്ലേ, വെൻ എ നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ സിവിൽ വാർ, സച്ച് ആൻ എമർജൻസി ഈസ് കോൾഡ് നാഷണൽ എമർജൻസി. അപ്പോഴെന്തായിരിക്കാം? നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി. അപ്പോൾ എന്തായിരിക്കാം നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി? വെൻ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ആംഡ് റെബലിയൻ, സായുധ കലാപം. രാജ്യത്തിനകത്ത് തന്നെ കുറച്ച് വിഭാഗം സായുധ വിപ്ലവത്തിലേക്ക് പോകുന്നു, രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പം ഖാലിസ്ഥാൻവാദികൾ, അതുപോലെ തന്നെ പ്രത്യേക സംസ്ഥാനം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പ് വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർ എന്തും ചെയ്യും. അവർ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രവൃത്തിയും ചെയ്യും. ആ പ്രവൃത്തികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനടിച്ചമർത്തണ്ടേ, അതിനുവേണ്ടി നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പം വെൻ എ നാഷണൽ എമർജൻസി ഈസ് ഡിക്ലെയർഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ, സച്ച് ആൻ എമർജൻസി ഈസ് കോൾഡ് നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി. വെൻ എ national emergency is declared on the ground of armed rebellion, it is known as national internal emergency. വ്യക്തമായി പഠിക്കണം, പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഇനി proclamation of national emergency may be applicable to entire country or any part of it. Proclamation of national emergency may be applicable to entire country. സാധാരണ അങ്ങനെയാണ് വരുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം രാജ്യത്താകമാനം, രാജ്യം ഒട്ടാകെ ബാധിക്കുന്ന രീതിയിലാണ് സാധാരണ വരുന്നത്. അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ഉദ്ദേശിച്ചുകൊണ്ടും നാഷണൽ എമർജൻസി രാഷ്ട്രപതിക്ക് അങ്ങനെ പ്രഖ്യാപിക്കാം. അപ്പം പ്രൊക്ലമേഷൻ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന പോയിന്റുകളാണ്. നിങ്ങൾ നന്നായി മനസ്സിലാക്കി പോകണം. എ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി മേ ബി ആപ്ലിക്കബിൾ ടു ദി എൻറ്റയർ കൺട്രി ഓർ ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ട് മാത്രമോ അല്ലെങ്കിൽ രാജ്യത്താകമാനമോ രാജ്യം മൊത്തം
ബാധിക്കത്തക്ക രീതിയിലോ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ഇതിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഈസ് ആപ്ലിക്കബിൾ ഒൺലി ടു എൻ്റർ കൺട്രി, നോട്ട് പാർട്ട് ഓഫ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടും രാജ്യത്താകമാനമായിട്ടും നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇനി നോക്കണം, വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ദി 42nd Amendment Act of 1976 enabled the President to limit operation of national emergency to a specific part of India. അപ്പം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഈസ് ആപ്ലിക്കബിൾ ടു എൻ്റർ കൺട്രി ഓർ ഒൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. അവസാനം പറഞ്ഞ ഒൺലി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ആ വ്യവസ്ഥ കൊണ്ടുവന്നത് 42nd അമെൻമെൻറ്റിലൂടെയാണ്. 42nd Amendment Act of 1976 enabled President to limit the operation of a national emergency to a specified part of India. വാസ്തവത്തിൽ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് നാഷണൽ എമർജൻസി ഈസ് ആപ്ലിക്കബിൾ ടു എൻ്റർ കൺട്രി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 1976 42nd അമെൻമെൻറ്റിലൂടെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു, പ്രസിഡന്റ് ക്യാൻ ലിമിറ്റ് ദി ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ടു എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു സ്പെസിഫൈഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടും ഇതിന് ലിമിറ്റ് ചെയ്യാം. അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി അമെൻമെൻറ്റ് ആക്ട് എന്ന് വെച്ചാൽ 42nd അമെൻമെൻറ്റ് ആക്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. ഇനി നോക്കൂ, 44th അമെൻമെൻറ്റ് ആക്ട് substituted the word armed rebellion for internal disturbance. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ദി വേർഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ വേർഡ് ആംഡ് റെബലിയൻ relating to national emergency. This is adopted by the 44th Amendment Act of 1978. 1978 44ാം ഭേദഗതിയിലൂടെ നിങ്ങൾ ഒരു കാര്യം ആദ്യമേ ഓർക്കുക, ഈ 44th Amendment Act ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് എമർജൻസിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എമർജൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് 44th Amendment Act ആണ്. കാരണം എമർജൻസിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ഭേദഗതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരന്തരം പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഈ പോയിന്റ്. ചോദ്യം എന്തായിരിക്കാം? The word internal disturbance was replaced by the word armed rebellion under which Amendment Act? ഏത് ഭേദഗതിയിലൂടെയാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് പകരം ആംഡ് റെബലിയൻ എന്ന വാക്ക് ഉൾപ്പെടുത്തിയത്? 44ാം ഭേദഗതി, ഇയർ കൂടി ഓർത്തോളുക, 1978 ആണ്. 78. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കി പോവുക. ഇത് 78ലാണ് ഈ അമെൻമെൻറ്റ് പാസ്സാക്കിയത്. അതിനു മുമ്പുള്ള ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ ഫസ്റ്റ് എന്ന് പറയണ്ട, വൺ ആൻഡ് ഓൺലി നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഇൻ ദി ഇയർ 1975. 1975 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. ഹു വാസ് ദി പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് സച്ച് പീരീഡ്? ഇന്ദിരാ ഗാന്ധി. ഹു ഡിക്ലെയർഡ് ഫസ്റ്റ് നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഇൻ ഇന്ത്യ? ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്, പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി, ഒരേ ഒരു നാഷണൽ ഇൻറ്റേർണൽ എമർജൻസിയെ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. ആ സമയം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു, ഡിക്ലെയർ ചെയ്ത രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. എന്താണ് ഈ വാക്ക് മാറ്റാനുള്ള കാരണം? ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? നാഷണൽ എമർജൻസിയുടെ ഗ്രൗണ്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എക്സ്റ്റേണൽ അഗ്രഷൻ, സിവിൽ വാർ ആൻഡ് ആംഡ് റെബലിയൻ. നേരത്തെ പറഞ്ഞിരുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ, സിവിൽ വാർ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇന്ദിരാഗാന്ധി 1975 എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത് എന്ത് റീസൺ പറഞ്ഞുകൊണ്ടാണ്? ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്, രാജ്യത്താകെ ആഭ്യന്തര അസ്വസ്ഥത. പച്ച മലയാളത്തിൽ പറഞ്ഞ ആഭ്യന്തര അസ്വസ്ഥത. ഇന്ദിരാഗാന്ധി പറഞ്ഞ ആഭ്യന്തര അസ്വസ്ഥത എന്താണെന്ന് അറിയൂ? ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ജനങ്ങൾ ശബ്ദമുയർത്താൻ തുടങ്ങി.
ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെ വിമർശിക്കാൻ തുടങ്ങി പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തെ ജനങ്ങളും. കൃത്യമായി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ദുർഭരണത്തിനെതിരെ വലിയൊരു ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. ആരുടെ നേതൃത്വത്തിൽ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റുകൾ ഒരാളായ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ. ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടു. തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയെന്ന് ഇന്ദിരാഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്, രാജ്യത്താകത ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നിട്ടാണ് ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു ഏകാധിപതിയായ ഭരണാധികാരിയും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അസ്വസ്ഥരാകും. അത് പണ്ടും ഇന്നും ഒക്കെ അങ്ങനെ തന്നെ. ഭരണാധികാരികൾ ജനകീയമായിട്ട് ചിന്തിക്കുന്നവരല്ല, അല്ലാതെ അധികാരം മാത്രം കാണുകയും അല്ലെങ്കിൽ വിമർശനങ്ങളെ ഭയക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമാണ്. വലിയ മാറ്റമൊന്നും ഇന്ത്യയിൽ ഇപ്പോഴും വന്നിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പോഴും അങ്ങനെയാണ്. ഭരണാധികാരികളെ വിമർശിച്ചാൽ അവൻ രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെടും. നിർഭാഗ്യവശാൽ ഇതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? പ്രധാനമന്ത്രി വിമർശിച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ വിമർശിച്ചാൽ അവൻ രാജ്യദ്രോഹിയായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം, അത് നമ്മുടെ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. പോട്ടെ, അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി നമ്മുടെ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസിയുടെ കാരണം കണ്ടുപിടിച്ചത് ഇതാണ്, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണമെല്ലാം കഴിഞ്ഞു. 1977 നടന്ന ജനറൽ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വടവൃക്ഷങ്ങളെല്ലാം കടപുഴകി വീണ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് മിനിസ്റ്റർ അധികാരത്തിൽ വരുന്നു, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് 1978 44th അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കുന്നത്. ആ അമെൻമെൻറ്റ് ആക്ടിൽ എടുത്തു പറഞ്ഞു, ഇനിമേലിൽ ഈ വാക്ക് മിണ്ടിപ്പോകരുത്, എമർജൻസിയുമായിട്ട് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കും കൊണ്ട് ഇനി വരരുത്. പകരം എന്ത് ഉപയോഗിക്കാം? ആംഡ് റെബലിയൻ. അതൊരു റീസണാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് കുറേ ഛിദ്രശക്തികൾ രാജ്യത്തിനകത്ത് സായുധ വിപ്ലവം നടത്താനായിട്ട് മുന്നോട്ട് വരുന്നു. അത് റീസണബിളാണ്. അത് നമ്മൾ പരിഗണിക്കുകയും അതിനടിച്ചമർത്താൻ വേണ്ടി നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അതിന് തടസ്സമില്ല. മറിച്ച് ജനങ്ങൾ വിമർശിക്കുന്നു, പ്രതിപക്ഷം വിമർശിക്കുന്നു, ഞങ്ങളുടെ ഭരണത്തിന് ഇളക്കം സംഭവിക്കുന്നു എന്ന ഭയം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇനി നടക്കില്ല എന്നാണ് 44th അമെൻമെൻറ്റിലൂടെ ഈ മാറ്റം കൊണ്ടുവന്നത്. ഇത് അതുകൊണ്ട് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ദി വേർഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് വാസ് റീപ്ലേസ്ഡ് ബൈ ദി വേർഡ് ആംഡ് റെബലിയൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 44th അമെൻമെൻറ്റ് ആക്ട് 1978. ക്ലിയർ ആയോ? Then, according to 44th Amendment Act in 1978, the President can proclaim a national emergency only after receiving a written recommendation from the cabinet. ഇതും നിങ്ങൾ പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു 40, അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, 44th അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് ആക്റ്റാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് ആംഡ് റെബലിയൻ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം, എങ്ങനെ ഇനി ഇന്ത്യയിൽ ഒരു ഇൻറ്റേർണൽ അല്ലെങ്കിൽ വൺ ആൻഡ് ഓൺലി റീസൺ അറ്റ് പ്രസൻറ്റ് ഫോർ ഡിക്ലെയറിങ് നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആംഡ് റെബലിയൻ. പഠിച്ചു വെച്ചോളുക. വൺ ആൻഡ് ഓൺലി റീസൺ ടു ഡിക്ലെയർ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി അറ്റ് പ്രസൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ ഒരേ ഒരു റീസണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതേതാണ്? ആംഡ് റെബലിയൻ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുക. ഇനി നോക്കൂ, 44th അമെൻമെൻറ്റ് ആക്ട് 1978 പറയുന്ന മറ്റൊരു കാര്യം, പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലൈം നാഷണൽ എമർജൻസി ഓൺലി ആഫ്റ്റർ റിസീവിങ് എ റിട്ടൺ റെക്കമെൻഡേഷൻ ഫ്രം ദി ക്യാബിനറ്റ്. അങ്ങനെ ആയിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എങ്ങനെയാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് എങ്ങനെയാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്? ക്യാബിനറ്റ് അറിഞ്ഞുകൊണ്ടല്ല.
കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയോട് പോലും ഇന്ദിരാഗാന്ധി ആലോചിച്ചിട്ടില്ല, പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല, മന്ത്രിമാരോട് ആലോചിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തിയുടെ തീരുമാനമാണ് അന്ന് എമർജൻസിയായി ഡിക്ലെയർ ചെയ്യപ്പെട്ടത്. ഇന്ദിരാഗാന്ധി ഒരു തുണ്ട് പേപ്പറിൽ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി ദൂതൻ വഴി ഫക്രുദ്ദീൻ അലി അഹമ്മദിന് കൊടുത്തു വിട്ടു, പ്രസിഡന്റിന് കൊടുത്തു, ഇതുകൊണ്ട് കൊടുക്കൂ, രാഷ്ട്രപതി ഭവനിൽ കൊടുക്കൂ. മനുഷ്യൻ ഓടി രാഷ്ട്രപതി ഭവനിൽ ദൂതൻ കൊണ്ടത് കൊടുത്തു. അപ്പോൾ അത് അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഡിക്ലെയർ നാഷണൽ ഇന്റേണൽ എമർജൻസി ഇമ്മീഡിയറ്റ്ലി എന്നൊരു വരി മാത്രം. നോക്കൂ, എന്തിനാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു പോലുമില്ല. അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, അത്ര പവർഫുള്ളാണ് അന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയമാണ്, ഒരു പരിധി വരെ രാഷ്ട്രപതിക്ക് പോലും ഭയമാണ്. അങ്ങനത്തെ ഒരു അയൺ ലേഡി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ആരും അറിഞ്ഞിട്ടില്ല, കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. ഒരർദ്ധരാത്രി രാഷ്ട്രപതി ഡിക്ലെയർ ചെയ്യാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി. പിറ്റേ ദിവസം രാവിലെ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാർ, അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ, അന്ന് റേഡിയോ ഉള്ളൂ, റേഡിയോ ന്യൂസൊക്കെ കേട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് റേഡിയോയിൽ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാ ഒരു വാർത്ത വരുന്നു, ഇന്ത്യയിൽ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാർ ഞെട്ടിപ്പോയി. ആര്, എപ്പോൾ, ആരോട് ചോദിച്ചിട്ട്, ആരോട് അന്വേഷിച്ചിട്ട്? പക്ഷേ സ്വയം ചോദിക്കാനേ പറ്റുള്ളൂ, ഇന്ദിരാഗാന്ധിയോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അന്നത്തെ അവസ്ഥ. നോക്കൂ, ഞാനിത് വെറുതെ പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്ന കാര്യമാണ് പറയുന്നത്. 75-ലെ എമർജൻസി അങ്ങനെ ആയിരുന്നു. എന്നാൽ 44-ാം അമെൻമെൻറ്റ് ആക്ടിലൂടെ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് പറഞ്ഞു, ഇനി നടക്കില്ല ഏർപ്പാട്. ഇനി പ്രസിഡന്റ് ക്യാൻ proclaim a national emergency only after receiving a written recommendation from cabinet. ഇനി ഇന്ത്യയിൽ ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ സെൻട്രൽ ക്യാബിനറ്റ് കൂടണം, അവരൊരു തീരുമാനമെടുക്കണം, അത് റിട്ടൺ ഡോക്യുമെൻ്റായി പ്രസിഡൻ്റെ മുമ്പിൽ എത്തണം, പ്രസിഡൻ്റ് അത് അപ്രൂവ് ചെയ്യണം. അല്ലാതെ ഇനി ഒരു കാരണവശാലും നാഷണൽ എമർജൻസി ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതും കൊണ്ടുവന്നത് 44th അമെൻമെൻറ്റ് ആക്ട്. 44th അമെൻമെൻറ്റ് ആക്ട് പ്രധാനപ്പെട്ടതാണ്, 42nd പ്രധാനപ്പെട്ടതാണ്. നമുക്കിനി മറ്റൊരു ടോപ്പിക്കിൽ പഠിക്കാം, ദി അമെൻമെൻറ്റ് പ്രൊവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ അമെൻമെൻറ്റുകളൊക്കെ പഠിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 2 അമെൻമെൻറ്റ് ആക്ടുകളാണ് 42nd അമെൻമെൻറ്റ് ആക്റ്റും അതുപോലെ 44th അമെൻമെൻറ്റ് ആക്റ്റും. കാരണം 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പല അക്രമങ്ങളും കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ്. അതിനെ പലതും റെക്ടിഫൈ ചെയ്തത് 44ാം ഭേദഗതിയിലൂടെയാണ്, 44th അമെൻമെൻറ്റ് ആക്ട്. അതുകൊണ്ട് അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അത് അമെൻമെൻറ്റ് പ്രൊവിഷൻ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് വിശദമായി പറഞ്ഞുതരാം, അത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞെന്താണ്, according to 44th Amendment Act of 1978, the President can proclaim a national emergency only after receiving a written recommendation from the cabinet. അല്ലാതെ ഇതുപോലെ ആരെങ്കിലും വിളിച്ച് പറയുകയോ പേപ്പറിൽ എഴുതി കൊടുത്ത് വിടുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ തീരുമാനത്തിലോ ഇനി ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. നോക്കൂ, അടുത്തത് 38th Amendment Act of 1975. ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 38ാം ഭേദഗതി വരുന്നു. അതിലൊരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. എന്താ ഡിക്ലറേഷൻ? ദി നാഷണൽ എമർജൻസി ഇമ്മ്യൂൺ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ പവർ. നാഷണൽ എമർജൻസിക്കെതിരെ കോടതിയിൽ പോകാൻ കഴിയില്ല ആർക്കും. അതായത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോകാൻ പാടില്ല. 38th Amendment Act of 1975 made the declaration of national emergency immune from judicial review. ജുഡീഷ്യൽ റിവ്യൂവിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എമർജൻസി became non-justiciable, not enforceable by court of law. എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിലൂടെ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു വലിയ വ്യവസ്ഥ കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത്, അതായത് എമർജൻസി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്യും, ആരും അതിനെ ചോദ്യം ചെയ്യരുത്, മിണ്ടാതെ അനുഭവിച്ചോളണം. എന്നാൽ ആ വ്യവസ്ഥയെ എടുത്ത് കളഞ്ഞു. ഏത് അമെൻമെൻറ്റിലൂടെ?
44th അമെൻമെൻറ്റിലൂടെ തന്നെയാണ്. അത് നിങ്ങൾ ഓർക്കണം. ദിസ് പ്രൊവിഷൻസ് ആർ ഡിലീറ്റഡ് ബൈ 44th അമെൻമെൻറ്റ് ആക്ട്. ഏത് പ്രൊവിഷൻ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർ 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 ദി പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ബിക്കെയിം ജസ്റ്റിസിബിളായി മാറി. പ്രൊക്ലമേഷൻ എമർജൻസി ക്യാൻ ബി എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് justiciable, it become justiciable, can be enforceable by court of law. കോടതിയിൽ ചോദ്യം ചെയ്യാം. അതായത് ഈ 38th അമെൻമെൻറ്റ് ആക്ടിലെ പ്രൊവിഷൻ, നോൺ ജസ്റ്റിസിബിൾ എന്ന് പറയുന്ന പ്രൊവിഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് 44th അമെൻമെൻറ്റ് ആക്ടിൽ വ്യവസ്ഥ കൊണ്ടുവന്നു. 44th അമെൻമെൻറ്റ് ആക്ട് നോക്കുക, എമർജൻസിയിൽ എത്രമാത്രം മാറ്റങ്ങളാണ്, എത്രമാത്രം കാര്യങ്ങളാണ്. തീർന്നില്ല, ഇനി നമ്മൾ പറയാൻ പോവുകയാണ്. നോക്കൂ, ഇൻ ദി മിനർവ മിൽ കേസ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു കേസാണ്. ഇൻ ദി മിനർവ മിൽ കേസ് 1980 ദി സുപ്രീം കോർട്ട് ഹെൽഡ് ദി പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ക്യാൻ ബി ചലഞ്ച്ഡ് ദി കോർട്ട് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് മാലഫൈഡ്. മാലഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഈ തെറ്റായ രീതിയിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം. 44ാം ഭേദഗതിയിലെ വ്യവസ്ഥയെ അടിവരയിട്ടുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഒരു കേസാണ്, സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച ഒരു കേസാണ് ഏത്? ഇൻ ദി മിനർവ മിൽ കേസ് 1980 ദി സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ക്യാൻ ബി ചലഞ്ച്ഡ്. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ക്യാൻ ബി ചലഞ്ച്ഡ് ഇൻ ദി കോർട്ട് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് മാലാഫെയ്ഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗുഡ് ഫെയ്ത്ത് എന്നർത്ഥം. മാലാഫെയ്ഡ് ദുരുദ്ദേശത്തോടുകൂടി, ഉത്തമ വിശ്വാസത്തോടുകൂടി അല്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരു എമർജൻസിയെ കോടതിയിൽ ചോദ്യം ചെയ്യാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതി എന്ന് വെച്ചാൽ 44th അമെൻമെൻറ്റ് ആക്ട്. സുപ്രീം കോർട്ട് ഏത് കേസിലൂടെയാണെന്ന് ഡിക്ലെയർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനർവ മിൽ കേസ് 1980. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കേസാണ്. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി വെക്കണം. ഇൻ ദി മിനർവ മിൽ കേസ് 1980 സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദി പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ക്യാൻ ബി ചലഞ്ച്ഡ് ഇൻ ദി കോർട്ട് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് മാലാഫെയ്ഡ്. മാലാഫെയ്ഡ് മീൻസ് നോട്ട് ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസമല്ലാതെ എന്ന് വെച്ചാൽ ദുരുദ്ദേശപരമായിട്ട് ഒരു, അത് നമ്മൾ തെളിയിക്കണം. ഈ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. നമ്മൾ നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ ഭരണം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഈ കേസ് പ്രകാരം അതിന് വാലിഡിറ്റി ഉണ്ട് ആ വാദഗതിക്ക് എന്ന്, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഉത്തമ വിശ്വാസത്തോടുകൂടി അല്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരു എമർജൻസിയെ കോടതിയിൽ ചോദ്യം ചെയ്യാം എന്ന് പറയുന്ന ഭേദഗതി എന്ന് വെച്ചാൽ 44th അമെൻമെൻറ്റ് ആക്ട് 1978 ഏത് കേസിലാണ് സുപ്രീം കോടതി ഡിക്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ മിനർവ മിൽ കേസ്. ക്ലിയർ ആയല്ലോ? വ്യക്തമായി ഒന്ന് പഠിച്ചു പോവുക.